അയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ ആരംഭിച്ചു കഴിഞ്ഞു. പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്. ലോക നേതാക്കൾ ഉടനീളം ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുമാത്രമല്ല, ഖമേനിയുടെ മരണത്തിന് ശേഷം ഇറാനിലുണ്ടായ വലിയ ജനവികാരം അത് ശമിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. വിവിധ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരടകളായ നിരവധി ആളുകൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നു എന്നതാണ് പ്രത്യേകത. ഇന്ത്യയുടെ പ്രതിനിധികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും ഇത് വിശദമായി തന്നെ ഈ വാർത്ത ചർച്ച ചെയ്യാം. ആദ്യം തലക്കെട്ടുകൾ. അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം. ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ല പ്രാർത്ഥനാ മന്ദിരത്തിൽ പൊതുദർശനം. കണ്ണീരോടെ ഇറാൻ നേതാക്കൾ. കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങളും പൊതുദർശനത്തിന് പങ്കെടുത്ത ലോകരാജ്യങ്ങളുടെ പ്രതിനിധികൾ. പൊതുവേദിയിൽ തിരിച്ചെത്തി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദി. ടെഹ്റാനിൽ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ ചടങ്ങിൽ ഹമാസ് നേതാവും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെ കുടുംബാംഗങ്ങളും ടെഹ്റാനിൽ. യൂറോപ്പിനെയും അമേരിക്കയെയും വലച്ചു കൊടും ചൂടിന് പിന്നാലെ കാട്ടുതീയും. ഫ്രാൻസിൽ മാത്രം 2000-ലധികം മരണം. നെതർലൻഡ്സിലും ബെൽജിയത്തിലും മരണസംഖ്യ ഉയരുന്നു. പാകിസ്ഥാന് ചുട്ട മറുപടിയുമായി ഇന്ത്യ. സിന്ധു നദീജല കരാറിൽ പുനർവിചിന്തനമില്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ പാകിസ്ഥാൻ തുടരുന്നു. ഇന്ത്യ ജലത്തെ തന്ത്രപരമായി ആയുധമാക്കി ഉപയോഗിക്കുകയാണെന്ന് പാകിസ്ഥാൻ. അയോധ്യ കൊള്ളയിൽ അറസ്റ്റിലായവർ പണം മോഷ്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന്. കെട്ടുകണക്കിന് നോട്ടുകൾ ചാക്കുകളിലും വസ്ത്രങ്ങൾക്കുള്ളിലും ഒളിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായി അനിൽ മിശ്രയ്ക്ക് പരമാധികാരം നൽകിയിരുന്നുവെന്നും അന്വേഷണ സംഘം. ട്രസ്റ്റിന്റെ കഴിഞ്ഞ 5 വർഷത്തെ അക്കൗണ്ടുകൾ പരിശോധിക്കാൻ തീരുമാനം. മുഖം മിനുക്കാൻ BJPയും മോദി മന്ത്രിസഭയും. ദേശീയ അധ്യക്ഷനും അമിത്ഷായും അടക്കമുള്ള നേതാക്കൾ യോഗം ചേർന്നു. പഞ്ചാബ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകും. ദേശീയ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും പുതുമുഖങ്ങൾ അയക്കും. PFI ആയുധ പരിശീലകൻ കീഴടങ്ങി. കൊച്ചി NIA കോടതിയിൽ കീഴടങ്ങിയത് എറണാകുളം സ്വദേശി TA അയൂബ്. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് ആയുധ പരിശീലനം നൽകിയത് ഇയാൾ. എടവനക്കാട് വീട്ടിലെ റെയ്ഡിൽ ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റും കണ്ടെടുത്തു. കേപ്പ് വെർഡേക്ക് മുന്നിൽ വിറച്ച അർജന്റീന. ലോക ചാമ്പ്യന്മാർ രക്ഷപ്പെട്ടത് 2-3 ഗോളുകൾക്ക്. ജയം എക്സ്ട്രാ ടൈമിൽ. പ്രീ ക്വാർട്ടറിൽ ഈജിപ്ത് എതിരാളി. ഓസ്ട്രേലിയയെ ഈജിപ്ത് മറികടന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട്. വിവാദത്തിരയിൽ വിഴിഞ്ഞം. MSC നിക്ഷേപത്തിൽ കോൺഗ്രസിൽ പടയൊരുക്കം. മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട് KC വിഭാഗം. അദാനിയുടെ നീക്കം അറിഞ്ഞില്ലെന്ന വാദം വിശ്വസിക്കാനാവില്ല. വിഴിഞ്ഞം വിൽക്കരുത് എന്ന മുദ്രാവാക്യവുമായി CPM-ഉം വിഴിഞ്ഞത്ത് ഇന്ന് പ്രതിഷേധ സംഗമം. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് വഴിയൊരുക്കാണെന്ന പേരിൽ ചുറ്റുമതിലുകൾ തകർത്ത് നിർമ്മാണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാവാതെ തിരുവനന്തപുരം കുഴിവിള സ്വദേശികൾ. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് വേണ്ടിയെന്ന ആക്ഷേപം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ ലഭിക്കേണ്ട മഴയിൽ 32% കുറവ്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിൽ. സാധാരണ അളവിൽ മഴ കിട്ടിയത് കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രം. ഇന്ന് മഴ കനക്കും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. താരസംഘടനയിൽ സംഘർഷം കടുക്കുന്നു. അഡ്ഹോക് കമ്മിറ്റി കൺവീനർ സ്ഥാനം രാജിവെച്ച് രമേശ് പിഷാരടി. നിലപാട് പറയാൻ അൻസിബ ഹസനും മാല പാർവതിയും. വാർത്താ സമ്മേളനം കൊച്ചിയിൽ ആരംഭിച്ചു. ഇറാന്റെ
മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി വിലാപയാത്രയടക്കം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ടെഹ്റാനിലെ ഇമാം ഖുമൈനി ഗ്രാൻഡ് മുസല്ല പ്രാർത്ഥനാ മന്ദിരത്തിലാണ് പൊതുദർശനം ഒരുക്കിയത്. ഫെബ്രുവരി 28-ന് ഇസ്രയേലും US-ഉം ചേർന്ന് നടത്തിയ ആക്രമണത്തിലാണ് നമുക്കറിയാം അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. ഇറാന് വലിയ ആഘാതമായിരുന്നു അത്. ഇസ്രായേലാണ് പ്രധാനമായും ഖമേനി ലക്ഷ്യം വെച്ചിരുന്നത്. ഇപ്പോൾ നിരത്തുകളിൽ ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ട്. വിവിധ ലോക നേതാക്കളുടെ സാന്നിധ്യമുണ്ട്. ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളും അവിടെ കാണാം. മസൂദ് പെസഷ്കിയാൻ, അബ്ബാസ് അരക്ചി, ഒപ്പം മുഹമ്മദ് ബാക്കർ കാലിബാഹ്, ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മൊഹസിനി എന്നിവരടക്കമുള്ള എല്ലാ നേതാക്കളും അവിടെ കണ്ണീരണിഞ്ഞാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ദൃശ്യങ്ങളനുസരിച്ച് മനസ്സിലാക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മൃതദേഹങ്ങളും പൊതുദർശനം എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്, വലിയ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി ഒരു തുടക്കം വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത് ഇപ്പോൾ വിദേശത്തുള്ള നേതാക്കളെയും അതുപോലെ തന്നെ ഇറാനിലുള്ള ചില മുതിർന്ന നേതാക്കളെയും നിർത്തിക്കൊണ്ടുള്ള ചടങ്ങുകളായിരുന്നു. ഒരു ട്രിബ്യൂട്ട് യോഗം പോലെയായിരുന്നു ഇത് ചേർന്നിരുന്നത്. ഇതിൽ ആയത്തുള്ള അലി ഖമേനിയുടെയും അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം കൊല്ലപ്പെട്ട കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങളെല്ലാം പ്രദർശനത്തിന് വെച്ചു. ആയത്തുള്ള അലി ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ, അതുപോലെ മരുമകൻ, അതുപോലെ നിലവിലുള്ള പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനിയുടെ ഭാര്യ, അതുപോലെ 14 മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ്. ഇത്രയും പേരാണ് അന്ന് US ആക്രമണത്തിൽ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടത്. ഇവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരുന്നു. വിവിധ രാഷ്ട്രങ്ങളിലുള്ള നേതാക്കൾ എല്ലാവരും ഇപ്പോൾ നിലവിൽ ഇറാനിലുണ്ട്. ഏതാണ്ട് 100ഓളം രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരമുള്ളത്. ഇന്ത്യയുടെ പ്രതിനിധികൾക്ക് പുറമെ മലേഷ്യ, ടുണീഷ്യ, അതുപോലെ ഖത്തർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കി, ജോർജിയ, ഇറാഖ്, റഷ്യ, ചൈന അങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രതിനിധികൾ നിലവിൽ അവിടെ പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള പവിത്ര മാർഗരറ്റ്, അതുപോലെ തന്നെ ബീഹാറിൻ്റെ ഗവർണറായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അദാ ഹസ്നൈൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇവരോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സൽമാൻ ഖുർഷിദും അതുപോലെ PDP അധ്യക്ഷയായിട്ടുള്ള മെഹബൂബ മുഫ്തിയും കൂടി ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. ഇറാനിലുള്ള ഇമാം ഖുസൈനി ഗ്രാൻഡ് മുസല്ല എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ മന്ദിരത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇറാനിലുള്ള വിവിധ നഗരങ്ങളിൽ നിന്ന് കൂട്ടത്തോടെ ജനങ്ങൾ അവിടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇറാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ അവർ മുഴക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ അവർ അട്ടഹാസം മുഴക്കിക്കൊണ്ടാണ് ജനങ്ങൾ എത്തുന്നത്. അതുപോലെ ഒരു പരമ്പരാഗത മുസ്ലിം ആചാരത്തിൻ്റെ ഭാഗമായി നെഞ്ചത്തും അതുപോലെ തലയിലും കൈകൊണ്ട് അടിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ഒരു പ്രാർത്ഥന വിലാപ ചടങ്ങുകളും ജനങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2025-ലും 2026-ലും ഇറാനിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട കുടുംബങ്ങളിലുള്ള ആളുകളുടെ ബന്ധുക്കൾ അവരും ഒരു പ്രത്യേക അതിഥികളായിട്ട് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് മുൻനിരയിൽ തന്നെ ഉണ്ട്. അതും ഇറാൻ ഇപ്പോൾ അത്തരമൊരു ഫെസിലിറ്റി കൂടി ഇറാൻ അവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനിലെ മുതിർന്ന നേതാക്കൾ മുഹമ്മദ് ബാഖർ കാലിബാഫ്, അതുപോലെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി, അവരുടെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ എല്ലാവരും ഈ പൊതുവേദിയിൽ അവിടെ മുൻനിരയിൽ തന്നെയുണ്ട്. ഇപ്പോൾ നിലവിലുള്ള പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമേനി ഇതുവരെ പൊതുവേദിയിൽ എത്തിയിട്ടില്ല. ഇസ്രായേലിൻ്റെയൊക്കെ ഭീഷണി ഉള്ളത് കൊണ്ടാണ് ഇത്തരമൊരു നീക്കം. അതുപോലെ ഇറാനിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ശ്രദ്ധേയം തന്നെയാണ്. രാജ്യത്തുള്ള എല്ലാ കടകമ്പോളങ്ങളും പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. പൊതുഗതാഗത സംവിധാനത്തിന് പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇറാന്റെ എയർ സ്പേസും പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറാന്റെ ആകാശത്ത് ഒരു തരത്തിലുമുള്ള ആക്ടിവിറ്റീസും പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് ഇറാൻ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഷൂട്ട് അറ്റ് സൈറ്റ് ഉടൻ തന്നെ വെടിവെച്ചിടാൻ തന്നെയാണ് ഉത്തരവ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് വ്യോമാക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആഭ്യന്തരമായിട്ടുള്ള വിമാന സർവീസുകളും അന്താരാഷ്ട്ര വിമാന സർവീസുകളും ഒന്നും തന്നെ ഇറാന്റെ എയർ സ്പേസിൽ കടക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ
ആഡംബരങ്ങളോടെയാണ് നിലവിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. ഇനി 5 ദിവസം ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നീളും. അതിനുശേഷം ജൂലൈ 9-നായിരിക്കും ഏറ്റവും അവസാനം ആയത്തുള്ള അലി ഖമനയുടെ ഖബറടക്കം പൂർണ്ണമായും. ഇതിനിടയിൽ ഇറാന്റെയും അമേരിക്കയുടെയും കണ്ണിൽ കരടായ നിരവധി നേതാക്കൾ ഇപ്പോൾ ഹമാസിന്റെ ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ നേതാക്കളുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ കൊല്ലപ്പെട്ടു എന്ന് അഭ്യൂഹങ്ങൾ നിലനിൽക്കെ പൊതുവേദിയിൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡർ ജനറൽ അഹമ്മദ് വാഹിദി പ്രത്യക്ഷപ്പെട്ടതും വളരെ പ്രധാനപ്പെട്ട ഒന്നായി. ഇറാന്റെ നിഴൽ ജനറൽ, ഷാഡോ ജനറൽ എന്നറിയപ്പെടുന്ന അഹമ്മദ് വാഹിദി മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായാണ് ടെഹ്റാനിൽ എത്തിയത്. ഇദ്ദേഹം മരിച്ചുവെന്നായിരുന്നു, അതായത് ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരിച്ചുവെന്നായിരുന്നു വലിയ പ്രചരണങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. IRGC നേതൃത്വം വഹിക്കുന്ന വാഹിദി ഇറാന്റെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും ശക്തനായ വ്യക്തിയാണ് അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കണ്ണിലെ കരടാണ്. കാരണം ഖമനേയ്ക്ക് ശേഷം ഇസ്രായേൽ ലക്ഷ്യമിട്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ഇറാനിലേറെ സ്വാധീനമുള്ള ആളാണ്. ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നു. ഈ ശവസംസ്കാര ചടങ്ങുകളിൽ സജീവമായ നേതൃത്വം ഇപ്പോൾ വാഹിദി ചെലുത്തുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. ഇത് നമുക്കറിയാം, അജയ് സുധാ ബിജു, ഈ വാഹിദിയുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, വിവിധ നേതാക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്ബുള്ളയുടെ നേതാവ് പങ്കെടുക്കുന്നു, ഹമാസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പങ്കെടുക്കുന്നു. അങ്ങനെ ഒട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും സുഖിക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. തീർച്ചയായിട്ടും ഇറാൻ ഈ ചടങ്ങിലൂടെ അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും വലിയൊരു സന്ദേശം കൂടി നൽകാനാണ് ഒരുങ്ങുന്നത്. ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർണ്ണമാകുന്നതോടുകൂടി ഇറാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ചർച്ചയ്ക്ക് പങ്കെടുക്കും എന്നുള്ളതാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന വിഷയം. ഇപ്പോൾ നിലവിൽ പൊതുമധ്യത്തിൽ എത്തിയിരിക്കുന്ന IRGCയുടെ മുതിർന്ന കമാൻഡറും അതുപോലെ അവരുടെ ഷാഡോ കമാൻഡർ എന്ന് വിശേഷിപ്പിക്കുന്ന ജനറൽ അഹമ്മദ് വാഹിദി, ഇയാളെ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പൊതുമധ്യത്തിൽ കാണാനില്ലായിരുന്നു. ഏതാണ്ട് ഫെബ്രുവരി 8-നാണ് റെക്കോർഡുകൾ പ്രകാരം ഇയാൾ അവസാനമായി പൊതുമധ്യത്തിലെത്തുന്നത്, ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷം അഹമ്മദ് വാഹിദി തീർച്ചയായിട്ടും അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒന്നും തന്നെ പൊതുവേദിയിൽ കണ്ടിട്ടില്ല. പിന്നീട് അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്ക തന്നെ അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ പുറത്തുവിട്ടിട്ടുള്ള നേതാക്കളുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ പേരുമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത്. ഇപ്പോൾ അഹമ്മദ് വാഹിദി പൊതുവേദിയിൽ എത്തിയതോടുകൂടി ഇറാൻ എത്ര രഹസ്യാത്മകമായിട്ടാണ് അവരുടെ നേതാക്കളെ കാത്തുസൂക്ഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും പുതിയ ഉദാഹരണം കൂടി വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇദ്ദേഹം മാത്രമല്ല, അഹമ്മദ് വാഹിദ് മാത്രമല്ല, IRGCയുടെ മറ്റൊരു ജനറലായിട്ടുള്ള മുഹമ്മദ് ഹുസൈൻ റസൈ എന്ന് പറയുന്ന ഒരു നേതാവ് കൂടി നിലവിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹവും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന നേതാവായിരുന്നു. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഈ കമാൻഡർ ജനറലിനെയും പൊതുമധ്യത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന അതുപോലെ പൊതുമധ്യത്തിൽ എത്താതിരുന്ന പല നേതാക്കളും ഇപ്പോൾ സ്വതന്ത്രരായിട്ട് രണ്ടാം നിരയിലെ നേതാക്കളായിട്ട് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. തീർച്ചയായും ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി ഇത് മാറുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം നമുക്കറിയാം, അവിടെ ഇറാനിൽ വലിയ എതിർപ്പ് ഭരണകൂടത്തിനെതിരെ ജനങ്ങൾക്കിടയിലുണ്ട്. അടിച്ചമർത്തലാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട രീതി. ഈ അയത്തുള്ള അലി ഖമേനി ജീവിച്ചിരുന്നപ്പോൾ തന്നെ വലിയ പ്രക്ഷോഭത്തിന് ആ രാജ്യം സാക്ഷ്യം വഹിച്ചതാണ്. എന്തുകൊണ്ടാണ് ഈ സംസ്കാരം ഇത്രയധികം വൈകിയത്? 4 മാസം പിന്നിട്ടു അയത്തുള്ള അലി ഖമേനി മരിച്ചിട്ട്. ഇസ്ലാമിക ആചാരപ്രകാരം മൃതദേഹം വേഗത്തിൽ സംസ്കരിക്കണമെന്നാണ്, ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷേ അസാധാരണമായ കാര്യമാണ് ഇപ്പോൾ അയത്തുള്ള അലി ഖമേനിയുടെ കാര്യത്തിൽ ഉണ്ടായത്. US ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമായിരുന്ന സാഹചര്യത്തിലാണ് സംസ്കാരം മാറ്റിവെക്കേണ്ടി വന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതായത് തുടർച്ചയായ ആക്രമണം ഉണ്ടായിരുന്നു. സംസ്കാര ചടങ്ങുകളിൽ നേതാക്കൾ പ്രത്യക്ഷപ്പെട്ടാൽ അവരെ ഈ തരത്തിൽ അവസാനിപ്പിക്കാൻ ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുമെന്നുള്ള ഭീതി ഇറാനിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഖമനേയി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം മൃതദേഹം താൽക്കാലികമായി അടക്കം ചെയ്തു എന്നൊക്കെ ആയിരുന്നു ചില പ്രചരണങ്ങൾ വന്നത്. പക്ഷെ അത് ഇപ്പോൾ ഈ ചടങ്ങോടുകൂടി അത് ഇല്ലാതായിരിക്കുകയാണ്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് മൃതദേഹം എംബാം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാം മതവിശ്വാസ പ്രകാരം പൂർണ്ണമായും വിലക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അതിനാൽ കഴിഞ്ഞ 4 മാസമായി ഖമനേയുടെ ഭൗതിക ശരീരം പ്രത്യേക കോൾഡ് സ്റ്റോറേജിൽ കണിശമായ മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. അടിയന്തര സാഹചര്യങ്ങളിലും യുദ്ധകാലത്തും മൃതദേഹം ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനും സംസ്കാരം വൈകുന്നതിനും ഷിയ
നിയമങ്ങളിൽ പ്രത്യേക ഇളവുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മോർച്ചറികളിൽ അത്യാധുനിക സംവിധാനങ്ങൾ ലഭ്യമാണ്. ഇത്തരത്തിലാണ് ഖമനേയിയുടെയും ബന്ധുക്കളുടെയും മൃതദേഹങ്ങൾ ഈ തരത്തിൽ സൂക്ഷിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇപ്പോൾ പുറത്തു വരുന്നത്. കോൾഡ് സ്റ്റോറേജുകളിലാണ് തണുപ്പിച്ച് സൂക്ഷിച്ചിരുന്നത്. സാധാരണ ഇത്തരം മരണങ്ങൾ സംഭവിക്കുകയും കൂടുതൽ സമയം അത് വെച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്താൽ അത് എംബാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. പക്ഷേ അത് ഇത്തവണ ഇല്ല, പ്രത്യേക മതവിശ്വാസ പ്രകാരം എന്നുള്ളതാണ്. അത് മാത്രമല്ല 2 കോടിയോളം അനുയായികളെ തെരുവിലിറക്കിക്കൊണ്ട് തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ ഇറാൻ ഭരണകൂടം ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനായി ജനങ്ങൾക്ക് സൗജന്യ താമസം, ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവയൊക്കെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെയുള്ള രാജ്യത്തിൻ്റെ ഐക്യത്തിന് സന്ദേശമായി ഇത് മാറ്റും എന്നാണ് ഇറാന്റെ പ്രസിഡന്റ് തന്നെ അവകാശപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച, വലിയ അടിച്ചമർത്തലുകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യം കൂടിയാണ് ഇറാന്. വെടിവെച്ചാണ് പല പ്രക്ഷോഭങ്ങളെയും, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അതിൻ്റെയൊക്കെ കണക്കുകളൊന്നും കൃത്യമായി പുറത്തു വന്നിരുന്നില്ല. അതിനിടയിലാണ് ഈ വലിയ ചടങ്ങോടെ തങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്. തിരിച്ച് നമുക്ക് ദേശീയ വാർത്തകളിലേക്ക് ഒന്ന് വരണം. BJP മന്ത്രിസഭയുടെ മുഖം മിനുക്കാനുള്ള നീക്കങ്ങൾ സജീവമായി ആരംഭിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇന്നലെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ആയി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കൂടുതൽ പരിഗണന മോദി സർക്കാരിന് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. നിതിൻ നബീൻ പാർട്ടി ദേശീയ അധ്യക്ഷനായതിന് പിന്നാലെയുള്ള പാർട്ടിയിലെ മുഖംമിനുക്കളിൽ പ്രധാനപ്പെട്ട യുവാക്കൾ നേതൃതലത്തിലേക്ക് എത്താനുള്ള സാധ്യതകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതായത് വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പുതിയ മുഖങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുമാത്രമല്ല, നിരവധി കേന്ദ്രമന്ത്രിമാർ സംഘടനാ ചുമതലകളിലേക്ക് മാറിയേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. വാണിജ്യമന്ത്രിയായ പീയൂഷ് ഗോയലിൻ്റെ പേര് ധനമന്ത്രി സ്ഥാനത്തേക്ക് കേൾക്കുന്നുണ്ട്. നിർമ്മലാ സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രിയാകുമെന്നാണ് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത്. RBI ഗവർണർ ശക്തികാന്ത് ദാസിൻ്റെ കാര്യവും മോദി സർക്കാരിൽ പുതിയ ധനമന്ത്രിയുടെ സ്ഥാനത്തേക്ക് കേൾക്കുന്ന പശ്ചാത്തലമുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഈ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ UPക്കും പഞ്ചാബിനും പ്രാമുഖ്യം നൽകും. കേരളത്തിൽ നിന്ന് ആര് മന്ത്രിയാകും എന്നുള്ളതും നമ്മൾ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. രാജ്യത്തിൻ്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 52,000 കോടി രൂപയുടെ അത്യാധുനിക ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നതിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൽ ആണ് ഈ നിർദ്ദേശങ്ങൾക്ക് പച്ചക്കൊടി ലഭിച്ചത്. മിസൈലുകൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, കാമിക്കാസെ ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ വിവിധ സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കര, നാവിക, വ്യോമസേനകൾക്കായി വാങ്ങുന്ന ഉപകരണങ്ങൾ പ്രധാനപ്പെട്ടതാണ്. നാവികസേനയ്ക്കായി മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനുകൾ പ്രധാനപ്പെട്ട ഒന്നായി വാങ്ങുന്നുണ്ട്. അത് വലിയ ഭീഷണികൾ നേരിടാൻ ഏറ്റവും പ്രധാനമായി ഒന്നായി മാറുന്ന പശ്ചാത്തലമുണ്ട്. നാവികസേനയ്ക്ക് കപ്പലുകൾ വിക്ഷേപിക്കാവുന്ന ഡ്രോൺ സംവിധാനങ്ങൾ നാവികസേനയുടെ ഏറ്റവും പ്രധാന ആയുധങ്ങളായി മാറും. അത് മാത്രമല്ല, ടാങ്കറുകൾക്ക് സുരക്ഷയ്ക്കായി ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റങ്ങൾ ഉണ്ടാവും. ലാൻഡ് ബേസ്ഡ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. ഒപ്പം സമുദ്ര അതിർത്തിയിൽ ശത്രു കപ്പലുകളുടെ നീക്കം നിയന്ത്രിക്കാൻ മൾട്ടി ഇൻഫ്ലുവൻസ് ഗ്രൗണ്ട് മൈനുകളടക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. വ്യോമസേനയ്ക്ക് ഫിക്സഡ് വിങ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റുകൾ, ശത്രുക്കളുടെ നിരീക്ഷണത്തിനായി മറ്റും ഇത്തരം സാറ്റലൈറ്റുകൾ നമ്മുടെ സേനയുടെ ഭാഗമാകും. കരസേനയ്ക്കാകട്ടെ ശത്രു ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിനായി ആകാശ് തരംഗ് എന്ന ഏറ്റവും അത്യാധുനിക സംവിധാനം ഉണ്ടാകും. ഇത്തരത്തിൽ 52,000 കോടി രൂപയാണ് പ്രതിരോധ മേഖലയ്ക്കായി കൂടുതലായി ഇപ്പോൾ രാജ്യം മുടക്കാൻ പോകുന്നത്. സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ ബിലാവൽ ഭൂട്ടോ അടക്കം വൈകാരികമായി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും വേണമെങ്കിൽ ആണവ യുദ്ധത്തിന് പോലും തയ്യാറാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുകയും ചെയ്തു. മറ്റൊരു മന്ത്രി പറഞ്ഞത് കരാറുമായി മുന്നോട്ട് പോയാൽ ആ മുന്നോട്ട് പോകുന്നവരുടെ കൈവെട്ടുമെന്നാണ്. പക്ഷേ ഇന്ത്യ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, മുൻനിലപാടിൽ ഒരു മാറ്റവുമില്ല. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ തുടരുന്ന
പശ്ചാത്തലം ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നുണ്ട്. കരാർ മരവിപ്പിച്ചു നിർത്തും. വെള്ളം ഒരു കാരണവശാലും പാകിസ്ഥാൻ ലഭിക്കില്ല. ഭീകരപ്രവർത്തനങ്ങൾ ഇന്ത്യൻ നിലപാടിനെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട ഒന്നായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. വിശ്വസനീയമായ രീതിയിൽ ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കണം, അതായത് അത് കൃത്യമായി തന്നെ പാകിസ്ഥാൻ ഞങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ ഇന്ത്യ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വെള്ളത്തിനൊപ്പം രക്തവും ഒഴുകില്ല, അല്ലെങ്കിൽ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നായിരുന്നു ഇന്ത്യയുടെ ഈ തരത്തിലുള്ള നിലപാട്. അത് പാകിസ്ഥാനെ ചെറുതായിട്ടൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. 1960-ലുണ്ടായ കരാർ അനുസരിച്ച് അനസ്യൂതം ഇന്ത്യൻ നദികളിൽ നിന്ന് ജലം ലഭിച്ചുകൊണ്ടിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അത് പൂർണ്ണമായും നിർത്തുന്നതോടെ വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്ക് ആ രാജ്യം പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ അംഗങ്ങളായ 8 പേരെ ഗുജറാത്തിൽ പിടികൂടി എന്ന പ്രധാനപ്പെട്ട ഒരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരാൾ 7 പേർ ഗുജറാത്തിൽ നിന്നും ഒരാൾ മധ്യപ്രദേശിൽ നിന്നുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മസൂദ് അസർ അവരുടെ സ്ഥാപക നേതാവാണ്, നമുക്കറിയാം. മസൂദ് അസർ എഴുതിയ പുസ്തകത്തിൻ്റെ ഗുജറാത്തി പരിഭാഷ കൂടി ഈ അറസ്റ്റിലായവരിൽ നിന്ന് SIT കണ്ടെടുത്ത ഒരു പശ്ചാത്തലമുണ്ട്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് നമുക്കറിയാം ഗുജറാത്ത് അവരുടെ ഒരു ടാർഗറ്റ് കൂടിയാണ്. ഈ ഗുജറാത്തിൽ നിന്ന് ജെയ്ഷെ മുഹമ്മദ് സംഘടനയിൽപ്പെട്ട ആളുകൾ പിടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് വെല്ലുവിളികൾ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. അയോധ്യ സംഭാവന കൊള്ളക്കേസിൽ നിരവധി വെളിപ്പെടുത്തലുകൾ, നിരവധി കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ അറസ്റ്റിലായ 8 പ്രതികളിൽ 6 പേരും പണം മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ രാമക്ഷേത്രത്തിൽ നിന്ന് പോലീസിന് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കെട്ടുകണക്കിന് നോട്ടുകൾ ചാക്കുകളിലും വസ്ത്രങ്ങൾക്കുള്ളിലും ഒളിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളുള്ളത്. അവിനാശ് ശുക്ല, ലവകുഷ് മിശ്ര, അനൂകൽ മിശ്ര, മനീഷ് കുമാർ യാദവ്, കരുണേഷ് പാണ്ഡെ, രാമശങ്കർ മിശ്ര, രാംശങ്കർ യാദവ്. ഈ രാംശങ്കർ യാദവ് ചമ്പത് റായ് ഡ്രൈവറാണ്. സുഭാഷ് ശ്രീവാസ്തവ എന്നിവരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 80 ലക്ഷം രൂപ ഇതിനകം പോലീസ് കണ്ടെടുത്തു. 45 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന് കിട്ടിയത്. പണം എണ്ണുന്ന മുറിക്കുള്ളിൽ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവർ ആദ്യമൊക്കെ CCTVയിൽ മറഞ്ഞു നിന്നാണ് പണം മോഷ്ടിച്ചതെങ്കിൽ പിന്നീട് കൺട്രോൾ റൂമിൽ CCTV ദൃശ്യങ്ങൾ ആരും പരിശോധിക്കുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് മറയില്ലാതെ ഈ മോഷണം തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. സ്വകാര്യ ഏജൻസിയിൽ നിന്ന് വന്നവരാണിവർ. ഇവരെ SBI ആവശ്യപ്പെട്ടതനുസരിച്ചാണ് വിട്ടുകൊടുത്തതെന്നാണ് ഇപ്പോൾ ഏജൻസി വ്യക്തമാക്കിയത്. ബാങ്കാണ് ഇവരെ പണം ഏൽപ്പിച്ചത് എന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമുണ്ട്. ഏതായാലും SBIയിലെ ഉദ്യോഗസ്ഥരും സംശയ നിഴലിലാണ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊരു വിവരം പുറത്തു വരുന്നത്, ഈ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ട്രസ്റ്റ് അംഗമായ അനിൽ മിശ്രയ്ക്ക് ഈ ഭരണകാര്യങ്ങളിൽ പരമാധികാരം നൽകിയിരുന്നു. അനിൽ മിശ്രയാണ് ഈ ആളുകളെ ഇത്തരത്തിൽ പണം എണ്ണാനായി ഉപയോഗിച്ചത് എന്നും അവർക്ക് പാസ് പോലും നൽകാതെയാണ് അകത്ത് കയറ്റത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഏതായാലും 5 വർഷത്തെ ഇതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നടത്താനും ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ താപതരംഗത്തെ തുടർന്ന് മരിച്ചവരുടെ എണ്ണത്തിൽ ജൂൺ അവസാന വാരം 30% വർധനയുണ്ടായെന്ന് റിപ്പോർട്ട്. ജൂൺ 22 മുതൽ 28 വരെയുള്ള ആഴ്ചയിൽ മരിച്ചവരുടെ എണ്ണം തൊട്ടു മുൻപത്തെ ആഴ്ചയേക്കാൾ കൂടുതലാണ്. ഏതാണ്ട് 2000-ന് മുകളിൽ ആളുകൾ ഇപ്പോൾ അധികമായി മരിച്ചു എന്നാണ് ഫ്രാൻസിന്റെ ആരോഗ്യമന്ത്രി സ്റ്റെഫാനി റിസ്റ്റ് അറിയിച്ചിരിക്കുന്നത്. 45 വയസ്സിൽ കൂടുതലുള്ളവർക്കിടയിൽ മരണസംഖ്യ കൂടി എന്നതിന് തെളിവുണ്ടെന്നും ഇവർ പറയുന്നു. പാരീസ് മേഖലയിൽ 62% വർധനവ് മരണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും സർക്കാരിനെതിരെ പ്രതിപക്ഷമൊക്കെ രംഗത്ത് വന്ന പശ്ചാത്തലം പ്രധാനപ്പെട്ട ഒന്നാണ്. അതുമാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ താപതരംഗം കൂടുതൽ ശക്തി പ്രാപിക്കും യൂറോപ്പിൽ എന്ന മുന്നറിയിപ്പുണ്ട്. അമേരിക്കയും യൂറോപ്പും സമാനമായ പ്രതിസന്ധി നേരിടുകയാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും കുത്തനെ ഉയർന്നിട്ടുണ്ട്. ബെൽജിയത്തിൽ മരണം 1222 അതുപോലെ തന്നെ നെതർലൻഡ്സിലാകട്ടെ 480-ലധികം മരണം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. 2003-ലാണ് ഇതിനു മുൻപ് ഉഷ്ണതരംഗം ഫ്രാൻസിൽ വ്യാപകമായി ആഞ്ഞടിച്ചത്. അന്ന് 15,000-ലധികം പേരാണ് മരിച്ചത്. മറ്റു വാർത്തയിലേക്ക്, ഈജിയൻ കടലിൽ അതിവേഗം പടർന്നു പിടിക്കുന്ന സിൽവർ ചീക്ക് ടോട്ട് ഫിഷ് എന്ന അധിനിവേശ വിഷമത്സ്യങ്ങളെ പിടികൂടുന്നതിന് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗ്രീക്ക് സർക്കാർ.
കടലാവാസ വ്യവസ്ഥയ്ക്ക് വൻ നാശമുണ്ടാക്കുകയും കടിയേറ്റാൽ ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന ഈ മത്സ്യങ്ങൾ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് മത്സ്യസമ്പത്തുകൾക്ക്. ഈ കടലിൽ കുളിക്കാൻ ഇറങ്ങുന്നവർക്ക് ഒപ്പം മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കൊക്കെ വലിയ തോതിലുള്ള ഭീഷണിയാണ് ഇത്. കിലോയ്ക്ക് ഇപ്പോൾ 585 രൂപ നൽകിയാണ് അധിനിവേശ മത്സ്യങ്ങളെ പിടിക്കാനായി മത്സ്യത്തൊഴിലാളികളെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. അതിവേഗം പൊരുത്തപ്പെടാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ കഴിയുന്ന ഒരു ജലജീവിയാണ്, അതീവ ആക്രമണകാരിയാണ്. ശത്രുക്കളും ഇവയെ ആക്രമിക്കാറില്ല എന്നാണ് ഇപ്പോൾ റിസർച്ച് വിദഗ്ധർ പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വലകൾ ഇവർ കീറിമുറിക്കും, മീനുകളെ കൊന്നു തിന്നുകയും ചെയ്യുന്ന വില്ലൻ മത്സ്യം എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവയുടെ മൂർച്ചയേറിയ പല്ലുകളും കൊക്കുകളുമൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് കടിയേറ്റാൽ ഗുരുതരമായ പരിക്ക് പറ്റും. ഒപ്പം അതിവേഗത്തിൽ വംശവർദ്ധന നടത്തുകയും ചെയ്യുന്ന വിഷ കൂടി അടങ്ങിയ മത്സ്യങ്ങളാണ് ഇവ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇവയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതിനായാണ് മത്സ്യത്തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി പുറത്തു വരുന്നത്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ഭീഷണിയായി മാറിയ ഈ മത്സ്യങ്ങളെ നിയന്ത്രിക്കാനാവും എന്നുള്ള പ്രതീക്ഷയിലാണ് സർക്കാർ ഉള്ളത്. മറ്റു പ്രധാനപ്പെട്ട വാർത്ത, കാലവർഷം ദുർബലമായതോടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ലഭിക്കേണ്ട മഴയിൽ 32% കുറവ് സംഭവിച്ചു എന്നുള്ളതാണ്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിലാണ്. ഏറ്റവും കൃത്യമായി മഴ പെയ്ത് കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് എന്നാൽ ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത്. ഈ മഴക്കുറവ് വൈദ്യുതി ഉൽപ്പാദനത്തെയും കൃഷിയെയും വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. 486 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. സാധാരണയായി 717 മുകളിൽ മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ 500-ൽ താഴെ മില്ലിമീറ്ററിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് പക്ഷേ ഇന്നും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കു സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശ്ശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയും പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. ഡാമുകളിൽ മറ്റും ജലനിരപ്പ് ചെറിയ തോതിലെങ്കിലും ഉയരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. മറ്റു വാർത്തയ്ക്ക്, ഇടുക്കിയിൽ കൃഷിഭൂമിയിലെ മണ്ണെടുപ്പിനിടെ പാറ പതിച്ച് വീട് തകർന്ന ഇടുക്കി തടിയമ്പാട് പുന്നപ്പറമ്പിൽ റജിയും കുടുംബവും അന്തി ഉറങ്ങുന്നത് വാടക വീട്ടിൽ. കഴിഞ്ഞ ജൂൺ 2-നായിരുന്നു സംഭവം. വാസയോഗ്യമല്ലാത്ത വിധം തകർന്ന വീട് നിർമ്മിച്ചു നൽകുവാനോ നഷ്ടപരിഹാരം നൽകുവാനോ ഭൂമിയുടെ ഉടമസ്ഥരായ സെമിനാരിയോ സ്ഥലമേറ്റെടുത്ത പാട്ടക്കാരനോ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. കഴിഞ്ഞ ജൂൺ 2-നാണ് തടിയമ്പാട് സ്വദേശി റെജിയുടെ വീട് പാറ വീണ് പൂർണ്ണമായി തകർന്നത്. സമീപത്ത് ഇടുക്കി രൂപതയുടെ കീഴിലുള്ള സെമിനാരി വക സ്ഥലം ഏലം കൃഷിക്കായി പാട്ടത്തിനെടുത്ത സ്വകാര്യ വ്യക്തി മണ്ണെടുത്തു മാറ്റുന്നതിനിടെയാണ് വലിയ പാറ ഉരുണ്ടുവന്ന് വീട്ടിലേക്ക് പതിച്ചത്. നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്നത് വളരെ അപകടാവസ്ഥയിലാണ്. ഇതിന് മുകൾ വശത്ത് വലിയ പടുതാക്കുളവും മുതൽ എല്ലാം കുത്തി ഏലം പണിയാനാണെന്നും പറഞ്ഞ് ഇളക്കിയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നമുക്കിവിടെ ജീവന് പേടിച്ചിട്ട് കിടക്കാൻ വയ്യാത്ത അവസ്ഥ. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ആയിട്ട് വാടകയ്ക്ക് മാറി താമസിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഒരു മാസമായിട്ട് ഒരു തീരുമാനമാകാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് ഞങ്ങൾ പോരുന്നത്. പാറ ഉരുണ്ടുവരുന്ന ശബ്ദം കേട്ട് വീടിനുള്ളിൽ നിന്നും ഓടി മാറിയതിനെ തുടർന്നാണ് കുടുംബം വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വാസയോഗ്യമല്ലാത്ത വിധം വീട് തകർന്നിട്ടും സ്ഥലമുടമയായ സെമിനാരിയോ പാട്ടക്കരാറുകാരനോ വീട് നിർമ്മിച്ചു നൽകുവാനോ നഷ്ടപരിഹാരം നൽകുവാനോ തയ്യാറാവുന്നില്ലെന്നാണ് റജിയുടെ പരാതി. ഇപ്പോൾ വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഇവർ പറയുന്നു. ഇതോടൊപ്പം സെമിനാരി വക ഭൂമിയിൽ നിർമ്മിച്ചിട്ടുള്ള കൂറ്റൻ പടുതാക്കുളം മറ്റൊരു വലിയ ഭീഷണിയായി മാറുന്നതായും റജി പറയുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടലുണ്ടാവണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇന്ത്യയിലെ ആദ്യത്തെ AI ലിറ്ററസി സമ്മിറ്റിന് കൊച്ചിയിൽ സമാപനം. കളമശ്ശേരിയിലെ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സൈന ഹ്യൂമൻ AIയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മിറ്റിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി അബ്ദുൾ ഗഫൂർ മുഖ്യാതിഥിയായി. സൈന ഗ്രൂപ്പ് ഉടമയും മാനേജിംഗ് ഡയറക്ടറുമായ PM ബാവ, സൈന ഇൻഫോർടൈൻമെന്റ്സ് CEO ആഷിഖ് ബാവ, സൈന ഹ്യൂമൻ AI CEO ബിലാൽ നവാദ്, സൈന ഹ്യൂമൻ AI പാർട്ണർമാരായ ഉവൈസ് നസീർ, അനസ് ഹസൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു ബിസിനസ് സംരംഭം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സൈന ഹ്യൂമൻ AI പ്രത്യേകം ഡിസൈൻ ചെയ്ത പുതിയ കോഴ്സായ ഹോം മെയ്ഡ് CEO വീട്ടമ്മമാർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ വാട്സപ്പ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ലോകത്തെവിടെയും വിൽക്കാൻ സഹായിക്കുന്ന സോഷ്യൽ കമേഴ്സ് പ്ലാറ്റ്ഫോം പ്രോജക്റ്റും സമ്മിറ്റിൽ അവതരിപ്പിച്ചു. ഇനിയിപ്പോൾ ഫുട്ബോൾ ലോകകപ്പ് വാർത്തകളാണ്. എൽദോ ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.